എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ആൾ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഡേയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഒരു വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതിൽ ഞാൻ പറയുകയും ചെയ്തിരുന്നു, ഇന്ന് നിങ്ങൾ ആ സംഭവം പ്രാക്ടീസ് ചെയ്യേണ്ട സമയം രാത്രി 8 മണിക്കാണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇന്നത്തെ ക്ലാസ് 8:30 കാരണം 8 മണിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടവർ ചെയ്തിട്ട് വന്നാൽ മതി എന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് എന്ന് ഞാനിങ്ങനെ ഇതിനെ പറ്റിയിട്ട് ഒരു സ്റ്റാറ്റസ് വെച്ചിരുന്നു, ഗോൾഡൻ പോർട്ടൽ ഓപ്പണിംഗ് 88 എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു. 88-ൻ്റെ പ്രത്യേകത എന്താണ് അങ്ങനെ വെറുതെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ടെക്നിക്കാണ്, ഒരു കാര്യമാണ്, മാനിഫെസ്റ്റേഷൻ ഒരു ഇതാണ്. അപ്പോൾ അവർക്കൊന്നും അങ്ങനെ ഇപ്പം യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സംഭവിക്കുമെന്നല്ല, ഒരു കാര്യം ചെയ്യാം, ഇന്നിവിടെ വന്ന് കുറേ പേരിന്ന് വരും, അവർ പ്രാക്ടീസ് ചെയ്യും, പ്രാക്ടീസ് ചെയ്ത റിസൾട്ട് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടിയതിൻ്റെ റിസൾട്ടുകൾ ആൾക്കാർ പറയുന്ന വോയിസ് 2 ദിവസത്തിനോട് കേൾപ്പിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇനി നിങ്ങളാണ് ആ വോയിസ് എനിക്ക് അയച്ചു തരേണ്ടത് മറ്റുള്ളവർ കാണിക്കാനായിട്ട്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഇന്ന് ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, 888 എന്ന് പറയുന്നത്, 8 എന്ന് പറയുന്ന സംഖ്യ, അതാണ് നമ്മൾ ഏറ്റവും പ്രധാനം. നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള കുറച്ച് ഷെയർ ചെയ്യാം. കാരണം ഒരു 9 മണിക്ക് മുമ്പേ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് ആയതുകൊണ്ട് അതിനുശേഷം നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ, മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. നിത്യവും നമ്മൾ പല കാര്യങ്ങളും, നമ്മൾ അതിലൂടെയാണ് കാര്യങ്ങൾ മുമ്പിലോട്ട് പോകുന്നത്. നമ്മൾ ഓരോ മെത്തേഡുകളും ഓരോ ടെക്നിക്കുകളും എല്ലാം മാനിഫെസ്റ്റേഷൻ്റെ ഓരോ അനന്തര വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈവൻ ലോട്ടറി എടുക്കുമ്പോഴായിക്കഴിഞ്ഞാലോ, യോഗ എക്സസൈസ്, യോഗ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴായിക്കോട്ടെ, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ജേണി ടു ഹാപ്പിനെസ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, നമ്മുടെ എന്താ പറയുക, 5 ഗോൾഡൻ ടൂൾസ് ഫോർ ഹാപ്പിനെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിത വിജയത്തിൻ്റെ രഹസ്യമായിക്കോട്ടെ, മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന എൻറ്റയർ കോഴ്സ് ആയിക്കോട്ടെ, എല്ലായിടത്തും ഇവൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറേ ടെക്നിക്കുകൾ, എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് എനർജിയാണ്. എവറിഥിങ് വി സ്പീക്ക് അബൌട്ട് എനർജി, വി പ്രാക്ടീസ് ഇൻ എനർജി. കാരണം ഈ ലോകമെല്ലാം ചലിക്കുന്നത് എനർജിയിലാണെന്നുള്ള ഒറ്റ തത്വത്തിന് മുകളിലാണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, എന്ത് ലഭിക്കുന്നു, എന്ത് ലഭിക്കുന്നില്ല എന്നതിനെല്ലാം അടിസ്ഥാനം നമ്മളിലുള്ള എനർജിയിലാണ്. അത് എനർജി ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പല ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായിട്ടും ഇനി വരാനിരിക്കുന്ന അടുത്ത് തന്നെ നിങ്ങൾക്കായി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ മൈൻഡ് മാസ്റ്ററി, മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് 21 ദിവസം ഇതിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ എനർജിയെ എങ്ങനെ റെഡിയാക്കി എടുക്കുമെന്നതിനെ പറ്റിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. പൊതുവെ എങ്ങനെയാണ് ഒരു എനർജി നമ്മുടെ എനർജി കൃത്യമായി നമ്മുടെ വൈബ്രേഷൻ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഒരുപാട് 5 മെത്തേഡുകളാണ് നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. മെഡിറ്റേഷൻ ആയിക്കോട്ടെ, മൈൻഡ് പ്രോഗ്രാമിംഗ് ആയിക്കോട്ടെ, അഫർമേഷൻ ആയിക്കോട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള 5ഓളം മെത്തേഡുകളാണ് നിലവിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ന്യൂറോ സയൻറ്റിഫിക്കലായിട്ട് പറഞ്ഞാലും അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം മനസ്സ് എന്ന് പറയുന്ന ഘടകമാണ്. അപ്പോൾ മനസ്സിനെ മനസ്സിനെ മാറ്റപ്പെടുത്തുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്തും
നേടാൻ സാധിക്കുകയുള്ളൂ എന്നറിയാം. പക്ഷേ എവിടെ എഗെയിൻ എല്ലാവർക്കുമുള്ള ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിനെ നമ്മുടെ പരിധിയിൽ നിർത്തും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആർക്കും ഉണ്ടോ? മനസ്സിനെ എങ്ങനെ എൻ്റെ പരിധിയിൽ നിർത്തും? ക്വസ്റ്റ്യൻ ഉള്ളവർ ടൈപ്പ് ചെയ്തേ നോക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. എൻ്റെ ഏറ്റവും വലിയ വിഷയം മനസ്സിനെ എങ്ങനെ എൻ്റെ പരിധിയിൽ നിർത്തും. ഇല്ലല്ലേ? ആർക്കും ഇല്ലല്ലേ? ഉണ്ടോ? യെസ്, വരട്ടെ. അപ്പോൾ ഞാൻ ഓക്കെ അതവിടെ ഇരിക്കട്ടെ. അതിനാണ് ഓക്കെ അതിനുള്ള ഇല്ല, ആർക്കും ഇല്ല, അങ്ങനത്തെ സംശയമില്ല എന്ന് പറഞ്ഞേ. ഓക്കെ, കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നിൽക്കാൻ ഇത് ആ അപ്പോൾ അതാണ് കൃത്യം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, ഇവിടെ വന്നിരുന്നപ്പോൾ അല്ലേ, ഇവിടെ വന്നിരുന്നപ്പോൾ ഇല്ല, ചിലപ്പോഴുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ അടിസ്ഥാന തത്വം. ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് നമ്മുടെ പുസ്തകങ്ങളും എല്ലാം അതൊറ്റ ബേസിലായിട്ടാണ് ചെയ്യുന്നത്. 6, 7, 8 മാസം ക്ലാസ്സിൽ ഇവിടെ വന്നിരുന്നിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ടല്ലേ? ആർക്കാണ്? ഒന്നുകിൽ കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ പറയുന്ന ആൾക്ക്, രണ്ടുപേർക്കല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ആർക്കാർക്കും പ്രശ്നം. 6, 7 മാസമായിട്ട് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ മനസ്സിനെ എനിക്ക് നിലയിൽ നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആരുടെ ആയിരിക്കും വിഷയം? കേൾക്കുന്നയാളുടെയോ പറയുന്നയാളുടെയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ടൈപ്പ് ചെയ്ത് കേൾക്കുന്നയാളുടെ ആണെങ്കിൽ 1, പറയുന്ന ആണ് 2. നോക്കട്ടെ നിങ്ങൾ എന്ത് പറയുന്നു. ഒന്നാണ്. കേൾക്കുന്നയാളുടെ 1, പറയുന്ന ആളുടെ 2. പറയുന്ന ആളുടെ ആയിരിക്കും 2, 2 ടൈപ്പ് ചെയ്യും, 2 പറയട്ടെ. പറയുന്ന ആളുടെ ക്ലാസ് പഠിപ്പിച്ചു തരുന്ന എൻ്റെ ആണ് പ്രശ്നം എന്നാണ് പറഞ്ഞാലേ, പറയുന്ന ആൾ അറിയാതെ ടൈപ്പ് ചെയ്ത് പോകുന്ന. ഓക്കെ, ഇത് നിങ്ങൾ ഇടയ്ക്ക് എൻഗേജ് ചെയ്യണം. ഓക്കെ, നോക്കൂ, ഞാൻ അതിലേക്ക് പോകുന്നില്ല കൂടുതൽ. അതിന് വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക. എന്തുകൊണ്ട് ജേണി ടു ഹാപ്പിനെസ്സിൽ വന്ന ആൾക്കാരൊക്കെ സൈലൻ്റ് ആവുന്നു എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ അർത്ഥം ഇത് തന്നെയാണ്. അവർ പിന്നെ കേൾക്കാൻ മാത്രമായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുക, പറയാൻ വളരെ കുറയും. അപ്പോൾ ആ കോഴ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സംഭവം അതാണ്. അപ്പം അത് കേൾക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുകയാണോ കേൾക്കുകയാണോ ചെയ്യുന്നത്, പറയുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ ചോദിച്ചാൽ ക്ലാസ്സിൽ വന്നതിന് ശേഷം നിങ്ങൾ തിരിച്ചു പറയും. പക്ഷേ അതിന് മുമ്പേ നിങ്ങൾ സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുകയായിരുന്നു, കേൾക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുകയായിരുന്നു ചെയ്തത്? സംസാരിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, 1 എന്ന് പറയുക. കേൾക്കാനായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ 2 എന്ന് പറയുക. സംസാരിക്കാനാണെങ്കിൽ 1 എന്ന് പറയുക, കേൾക്കാനാണെങ്കിൽ 2 എന്ന് പറയുക. ഇപ്പം എല്ലാം 2ആയി. ഇപ്പം എല്ലാം 2. കുറച്ച് വണ്ണുകളേ ഉള്ളൂ. ഓക്കെ, എന്തായാലും കേൾക്കാൻ തുടങ്ങുക. കുറച്ച് പറഞ്ഞ് കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ചോദ്യം വരുമല്ലേ? അപ്പോൾ ചോദ്യമില്ല എവിടെ നിന്ന്? അപ്പോൾ ഈ പറയുന്ന ആളാരാ? എല്ലാവരും കേൾക്കാനാണ് കൂടുതൽ ഇരിക്കുന്നതെങ്കിൽ പിന്നെ ആര് പറയും? അങ്ങനെ ചോദ്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇതാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ? എല്ലാവരെയും പഠിപ്പിക്കുന്നു കേൾക്കുക കേൾക്കുക കേൾക്കുക. അപ്പൊ ആരായിരിക്കും പറയുക? ഇതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം, അറിയുക കേട്ടോ. പറയുന്നത് നമ്മുടെ ചിന്തകളും കേൾക്കുന്നത് നമ്മളുമാണ്. അപ്പോൾ ചിന്തകൾ ശരിക്കും ശ്രദ്ധിക്കുക, വാച്ച് ചെയ്യുക. വാച്ച് യുവർ തോട്ട്സ്. നിങ്ങൾ വേറെയാണ്, നിങ്ങളുടെ ചിന്തകൾ വേറെയാണ്, രണ്ടും ഒന്നല്ല. നിങ്ങൾ മറ്റൊരാളെ പോയി കേൾക്കാനല്ല പറഞ്ഞത്, നിങ്ങളെ തന്നെ കേൾക്കുക, ശ്രദ്ധിക്കുക. ആസ്ക് ദ ക്വസ്റ്റ്യൻസ്. ചോദ്യം ചോദിക്കുക, ഉത്തരം താനേ വരുമെന്ന് പറഞ്ഞതാണ്. അല്ലാതെ നിങ്ങൾ പോയിട്ട് മറ്റൊരാളെ കേൾക്കാനല്ലേ അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊന്നും നിങ്ങളുടെ വിഷയമേ അല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കേൾക്കുക. അകത്തളത്തിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് 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 എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ ഉത്തരം നമ്മൾ തന്നെ സൈലൻ്റ് ആയിട്ട് കണ്ടെത്തും. ഇതാണ് മാനസികമായിട്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ തലമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് 88 പോർട്ടലിലേക്ക് പോവാം. ഓക്കെ, ഇത് വ്യക്തമായി നിങ്ങൾ കുറേ ആൾക്കാർ, പുതിയ ആൾക്കാർ വന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് കൃത്യമായി ജേണി ടു ഹാപ്പിനെസ് പ്രാക്ടീസ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ചെറുതായിട്ട് ഞാനിപ്പോൾ മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ക്ലാസ്സും കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തിലെ ഫൈവ് ഗോൾഡൻ റൂൾസ് ആൻഡ് ഗോൾഡൻ ടൂൾസ് ഫോർ ഹാപ്പിനെസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ
അതിനേക്കാളും ഇപ്പോൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ക്ലാസ് ഇത് കൃത്യമായി നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകണം. 21 ദിവസം കൊണ്ട് കൃത്യമായി അതിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ആ കോഴ്സിൽ വരുന്നത്. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ, റെഡിയാണ്. നെക്സ്റ്റ് വീക്കായിരിക്കും അത് അനൗൺസ് ചെയ്യും. കോഴിക്കോട് പ്രോഗ്രാമിന് ശേഷം അത് അനൗൺസ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 88 പോർട്ടലിനെ പറ്റി ഞാൻ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് 8 എന്ന ന്യൂമറിക് സംഖ്യ? നിങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും സ്ഥിരം കാണുന്നുണ്ട്. എത്ര പേര് ഇന്ന് 8 എന്നുള്ള സംഖ്യ കണ്ടു? ഒന്ന് ടൈപ്പ് ചെയ്തേ. 8 എന്നുള്ള സംഖ്യ കണ്ടവർ, 888 888 എന്ന സംഖ്യ കണ്ടവർ എത്ര പേരുണ്ട്? എത്ര 8 കണ്ടു? എന്തായാലും ഒരു കാര്യമുണ്ട്, 88 ആയതുകൊണ്ട് നമുക്ക് ക്ലോക്കിൽ അത് കാണാൻ പറ്റില്ല, അല്ലേ? ക്ലോക്കിൽ കാണാൻ സാധ്യത കുറവില്ല. 808 കാണും മാക്സിമം പോലെ. 3 ടൈം 8 കാണില്ലല്ലോ. അതുകൊണ്ട് ആരും അത് പറഞ്ഞേക്കുന്നത് ഞാൻ വാച്ചിൽ കണ്ടു എന്ന് പറഞ്ഞേക്കുന്നത്. 882 ഓക്കെ, കറക്റ്റ്. കുറേ പ്രാവശ്യം കാണും. എന്താണ് 8 എന്ന സംഖ്യ എന്ന് നിങ്ങൾക്കറിയാം. അബൻഡൻസിൻ്റെ, സമൃദ്ധിയുടെ, സമ്പത്തിൻ്റെ നമ്പറാണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമൃദ്ധിയിലേക്ക് കടക്കാം. സമൃദ്ധിയിലേക്ക് നമ്മൾ കടക്കുക. 8 കാണുന്നവരെല്ലാവരും പ്രതീക്ഷിച്ചോളൂ, നിങ്ങൾ സമൃദ്ധിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ ആരാണ് ഇവിടെ സമൃദ്ധി ഇല്ലാത്ത ആൾക്കാർ? ഇപ്പോൾ എല്ലാവരും ഹാപ്പിനെസ് മാസ്റ്റർ ഇവിടെ വന്നതിന് ശേഷം സമൃദ്ധി അനുഭവിച്ചവരാണ്. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ എത്തിയത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. എല്ലാവരിലേക്കും സമൃദ്ധി എത്തിയിട്ടുണ്ട്. 8 എന്നതിൻ്റെ പ്രത്യേകത, ഗോൾഡൻ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8 നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഓഗസ്റ്റ് 8 എന്ന് കിട്ടും. പിന്നെ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഓഫ് 8 എന്നുള്ള സമയം കൂടി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 8 3 നമുക്കവിടെ മാച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഈ ഇവൻ്റ് നമുക്ക് അസ്ട്രോളജിക്കലായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ചിങ്ങരാശിയിൽ, ലിയോ എന്ന് പറയുന്ന ചിങ്ങരാശിയിലാണ് ഇതിൻ്റെ പ്രത്യേകത ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ചിങ്ങരാശിക്കാരായ എത്ര പേരുണ്ട്? അവർക്ക് ഇന്ന് ഗോൾഡൻ ഡേ ആണ്. ലിയോ ഉള്ള ആൾക്കാർ, ചിങ്ങരാശിയിലുള്ളവർ, അതറിയില്ലല്ലോ. ഇപ്പോൾ ജാതകമൊക്കെ എടുത്ത് നോക്കേണ്ടി വരും, എന്താ ഈ ചിങ്ങരാശി എൻ്റേത് അല്ലേ? നിങ്ങളുടെ നക്ഷത്രം ചിങ്ങരാശിയിലാണോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ചിങ്ങരാശിയിലുള്ള ഏറ്റവും നല്ല ദിവസമാണ് എന്ന് ഇത് മനസ്സിലാക്കുക. അവർക്ക് എപ്പോഴും സമൃദ്ധി ഉണ്ടാവും, അബൻഡൻസ് ഉണ്ടാവും ഈ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇന്ന് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട, ഇന്നലെ ചെയ്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അതിനെപ്പറ്റി വിശദമായി അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കഴിക്കുക. അതിൻ്റെ ചിങ്ങരാശി അല്ലേ, ചിങ്ങരാശി എന്ന് പറഞ്ഞാൽ തുലാൻ രാശിയാണെന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ള? ഞാൻ പറഞ്ഞത് ചിങ്ങരാശിയെ പറ്റിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് അടിച്ചിട്ട് എന്നെ ഡൈവേർട്ട് ചെയ്യരുത് കേട്ടോ. ചിങ്ങം പറയുമ്പോൾ തുലാവത്തിനെ പറ്റിയിട്ട് എന്തിനാ പറയണേ? എന്തെങ്കിലും ആവശ്യമുണ്ടോ അവിടെ? പണ്ടാരോ പറഞ്ഞില്ലേ, എന്ത് പറയുമ്പോഴാണ് ഒരു പഴഞ്ചലുണ്ടല്ലോ, അതുപോലെ ആക്കരുത് കേട്ടോ. നിങ്ങൾ ആവശ്യം കാര്യത്തിലേക്കാണ് വരിക, എന്നെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കരുത്, അവസാനം തെറ്റും. അപ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്യാം. ഇന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഇന്നലത്തെ കാര്യം വിശദമായിട്ട് തന്നെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത കൊണ്ട് ഇപ്രാവശ്യം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. 8 എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും നാളെ 9 എന്ന് പറയുന്ന ദിവസവും തമ്മിൽ ഒരു മാച്ച് ഉണ്ട്. ഏറ്റവും ഹയ്യസ്റ്റ് അബൻഡൻസ് ഉയർന്നു നിൽക്കുന്ന ഈ നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് അബൻഡൻസ് നിറഞ്ഞു നിൽക്കുന്ന 2 ദിവസങ്ങളാണ് 8ഉം 9ഉം വന്നത്. എന്താണ് 9 പ്രത്യേകത എന്നറിയോ? 9 പൗർണമി ദിവസമാണ്. പൗർണമി ദിവസത്തിൻ്റെ അറിയാമല്ലോ നിങ്ങൾ. പൗർണമി ദിവസത്തിൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും മാറ്റങ്ങളും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് നിങ്ങൾക്ക് അറിഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ഗോൾഡൻ പോർട്ടലും നാളത്തെ പൗർണമി അല്ല, ഇന്നിപ്പോൾ 12 മണി കഴിഞ്ഞാൽ പൗർണമി അല്ലേ, ദിവസമായി. രണ്ടും കൂടിക്കഴിഞ്ഞാൽ എന്ത് എനർജി ആയിരിക്കും സംഭവിക്കുന്നത്, എന്ത് അവസ്ഥയായിരിക്കും സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ഇവിടെ ചെയ്തു വെച്ചിട്ട് 3/8 ഫലങ്ങളായിട്ടുള്ള ഒരു സമയവും ക്രമവും പാലിച്ചുകൊണ്ട് നാളെ രാത്രിയിൽ നമ്മളതിനെ മുഴുവൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ഹയ്യസ്റ്റ് പൊട്ടൻഷ്യലായി മാറുന്ന ദിവസമാണ് പൗർണമി ദിവസം. നമുക്ക് ഉഷസ്സും തേജസ്സും ഉണ്ടാവുന്ന ഏറ്റവും നല്ല ദിവസമാണ് പൗർണമി ദിവസം അല്ലേ? എത്ര പേരുടെ ദേഹത്തുള്ള അസുഖങ്ങളടക്കം മാറിയിട്ടുണ്ട് പൗർണമി മെഡിറ്റേഷൻ ചെയ്തപ്പോൾ. അപ്പോൾ നമ്മളുടെ അബൻഡൻസിൻ്റെ ആവശ്യവും നമ്മുടെ
ഓജസ്സും തേജസ്സും ഉണ്ടാവുന്ന നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് നൽകുന്ന പൗർണമിയും കൂടി ചേർത്ത് നമുക്കൊരു ഇത്രയും നല്ലൊരു ദിവസം യൂണിവേഴ്സിൽ വേറെ വരാനില്ല. ഇതാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ പ്രാക്ടീസും നാളത്തെ പൗർണമിയും കൂടി കംപ്ലീറ്റ് ആകുമ്പോൾ 100% നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചോളൂ, അത് ആ സമയത്ത് നടന്നിരിക്കും എന്നത് യൂണിവേഴ്സൽ നിയമമാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്, നിങ്ങളുടെ മനസ്സ് പരിശുദ്ധമാണ്, നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്, നിങ്ങളുടെ മനസ്സിൽ എന്താ പറയുക, മാലിന്യങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് നടന്നിരിക്കും. ഒരു സംശയം വേണ്ട, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. 88 പോർട്ടലിൽ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ പറയാനുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടെക്നിക്ക് ഇന്നത്തതും പൗർണമിയും രണ്ടും മാച്ച് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായി തന്നെ പറഞ്ഞു പോകാം, കൂടുതൽ സമയം എടുക്കുന്നില്ല. എന്താ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ 8 അല്ലേ 888 എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളുടെ ആഗ്രഹം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ ഇന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതുകയാണ് ചെയ്യുക. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, ചെയ്തവരുണ്ടോ എന്നറിയില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ വ്യക്തമായി 100% നിങ്ങൾക്ക് വേണ്ട ഒരു സാരം, വേറെ ഒന്നിനും എഴുതണ്ട, നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഇരുന്നോളൂ. നിങ്ങൾക്ക് 100% ഉണ്ട്. പൈസ മാത്രമായിട്ട് എല്ലാവരും എഴുതരുത് കേട്ടോ, അതിനപ്പുറത്തും കുറേ കാര്യങ്ങളുണ്ട്. എല്ലാവരും പൈസ മാത്രം എഴുതി കഴിഞ്ഞാൽ എവിടുന്ന് ഇതല്ലേ, ലോട്ടറി അടിക്കണം എന്ന് എല്ലാവരും എഴുതി കഴിഞ്ഞാൽ ലോട്ടറി ഒന്നല്ലേ അടിക്കും, കേരള ലോട്ടറി ഒന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും എഴുതരുത് അല്ലേ. അവസാനം നമ്മൾ 500 ആൾക്ക് തന്നെ കേരള ലോട്ടറി അടിച്ചാൽ ചിലപ്പോൾ ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിക്കും, ഇതെന്താണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് എഴുതിക്കോളൂ, കുറച്ചാൾ എഴുതിക്കോളൂ. അപ്പോൾ പൈസ മാത്രമല്ല, ബന്ധങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടിപ്പോയ പ്രേമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ ഞാൻ പറയുന്നില്ല, എന്തൊക്കെയാണോ അത് വളരെ കൃത്യമായി സത്യസന്ധമായി നിങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാര്യമില്ല. നന്നായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി എഴുതുക. 1, 2, 3 എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഇപ്പോൾ നിങ്ങൾ പേപ്പറിൽ എഴുതുക. ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ വ്യക്തത എഴുതുക, വെട്ട് തിരുത്തുകൾ പാടില്ല. ഇപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ വെറുതെ എഴുതിക്കോളൂ, ഞാൻ സമയം തരുന്നുണ്ട്. ജോലിയെ സംബന്ധിച്ചായിക്കോട്ടെ, ബന്ധങ്ങളെ സംബന്ധിച്ചായിക്കോട്ടെ, ആരെങ്കിലും നിങ്ങൾ എന്താ പറയുക, ആരെങ്കിലും കള്ളു കുടിക്കുന്നത് മാറാനായിക്കോട്ടെ, മകന് ജോലി കിട്ടാനായിക്കോട്ടെ, അല്ലെങ്കിൽ ആരോഗ്യകരമായ വിഷയമായിക്കോട്ടെ, എൻ്റെ കൈകാലുകൾക്ക് ബലം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾ ആ പേപ്പറിൽ വ്യക്തമായി ഇപ്പോൾ എഴുതിക്കോളൂ. കാരണം 9 മണിക്ക് മുമ്പേ നമുക്ക് എഴുതും. ഇപ്പോൾ 9 മണിയായല്ലേ, പെട്ടെന്ന് എഴുതിക്കോളൂ. കുഴപ്പമില്ല, സമയം നമ്മൾ തുടങ്ങിയല്ലോ, നമ്മൾ കുഴപ്പമില്ല. നിങ്ങൾ എഴുതിക്കോളൂ, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒന്നുമില്ല, നിങ്ങൾ എഴുതിയാൽ മതി. എഴുതിയ എല്ലാം ടെൻസ് നമുക്ക് സെറ്റാക്കാം. ഞാൻ എൻ്റെ കൈ കിട്ടിയ ചെവി പിടിച്ചിന് വട്ടം കറക്കുവേ. ഇത്ര കാലം ക്ലാസ്സിൽ എഴുതിയിട്ട് ഇപ്പോൾ പാസ്റ്റ് ടെൻസിലാണോ ഞാൻ എഴുതേണ്ടതെന്നല്ലേ. അഫർമേഷൻ്റെ ക്ലാസ്സിൽ ഇത് മെഡിറ്റേഷൻ ക്ലാസ്സിൽ എത്ര കാലമായി ഇരിക്കുന്നത്? ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 1, 2 എത്ര ആയിക്കോട്ടെ, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ 3/8 റിസൾട്ടുകളാണ് എടുക്കാൻ പോകുന്നത്. 8 മണിക്ക് എഴുതി കുഴപ്പമില്ല, 8 മണിക്ക് എഴുതി വെച്ചോളൂ, നോ ഇഷ്യൂസ്. സന്തോഷത്തോട് 8 തവണ എഴുതണം. ഞാൻ അതേ കാര്യം 8 തവണയും കൂടി എഴുതി വെക്കണം. 8 ടൈംസ് എഴുതി വെക്കണം. എത്ര ആഗ്രഹമുണ്ടോ അത്രയും കാര്യങ്ങൾ 8 തവണയും കൂടി എഴുതണം. ചെറിയ പേപ്പറിൽ എഴുതരുത്, കുറച്ച് വലിയ പേപ്പറിൽ എഴുതിക്കോളൂ കേട്ടോ. കാരണം ഇനിയുള്ള പരിപാടി കുറച്ച് ചെറിയ പേപ്പറിലായാൽ കുറച്ച് പണിയാണ്.
ഇന്ന് മെഡിറ്റേഷൻ നമുക്ക് ഞാൻ പറയാം, ഞാനതനുസരിച്ചിട്ടോ, ഡോൺ വരി. 8 മണിക്ക് എഴുതി, നല്ല കാര്യം. ആ പേപ്പർ കൃത്യമായി വൃത്തിയിൽ എഴുതണം. വെട്ടുതിരുത്തുകൾ പാടില്ല. ഒരു തരത്തിലെ വെട്ടുതിരുത്തുകളും പാടില്ല. മലയാളത്തിൽ എഴുതും, ഇംഗ്ലീഷിൽ എഴുതും, ഒന്നും വിഷയമല്ല. ഏത് പെന്നിലാണെന്നും വിഷയമല്ല. ലഭിച്ചതായിട്ടാണല്ലോ എഴുതുക, അല്ലേ? എല്ലാവർക്കും ലഭിച്ചതായിട്ട് എഴുതുക. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റില്ല. ക്യാമറ ഓൺ ചെയ്താൽ നിങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പുതിയ ആൾക്കാർ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതേ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. പുതിയ പുതിയ കുറച്ച് ആൾക്കാർ. ചന്ദ്രൻ, സുനിൽ കുമാർ, എല്ലാവരും എഴുതിക്കോളൂ. കോഴിക്കോട് പ്രോഗ്രാമിന് വന്നതിന് നന്ദി. ഇരിക്കട്ടെ, ഇല്ലേ? ഒരു വഴിക്ക് പോകുന്ന 8 കാര്യത്തിൽ അത് ഇരിക്കട്ടെ. ആശാലത എഴുതണ്ട കേട്ടോ. ആശാലക്ഷ്മി എഴുതണ്ട കേട്ടോ. പിന്നെ ടിക്കറ്റ് ഇല്ല ഇനി വരാനായിട്ട് അങ്ങോട്ട്. ക്യാമറ ഓഫ് ചെയ്താ പിന്നെ രഞ്ജിത്ത് ടിക്കറ്റും എടുത്തിട്ട് എഴുതി നോക്കുക. ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് ഞാൻ വിളിച്ചാലാ. സീമ എഴുതി നോക്ക്, ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് കിട്ടും. ശില്പ ഒട്ടും കുറക്കണ്ട, എമൗണ്ട് കുറക്കണ്ട. ചെറിയ എമൗണ്ട് എഴുതിയിട്ട് ഇനി ചെറിയ എമൗണ്ടിന്റെ കാര്യങ്ങളൊന്നും ഞാൻ കേൾക്കണ്ട. ഇനി വലിയ വലിയ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ചെറുതൊക്കെ വിട്ടു. എഴുതിയല്ലോ അല്ലേ എല്ലാവരും? എൻ്റെ ബുക്കിനകത്തുനിന്ന് ആ പേപ്പർ കീറിയെടുക്കണം. ബുക്കിൽ എഴുതിയ പേപ്പർ കഴിഞ്ഞിട്ട് മതി. തിരക്കില്ല, സമയമുണ്ട്, ഡോൺ വറി. ഇന്ന് സമയമുണ്ട് നിങ്ങൾക്ക്. എഴുതിയാൽ മാത്രം മതി. വളരെ വ്യക്തമായിട്ട് എഴുതണം. പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് മാത്രമേ എഴുതാവൂ. എന്തെങ്കിലും എഴുതി വെക്കരുത്. കിഷോർ സാറെ ഒട്ടും കുറക്കണ്ട. നല്ലൊരു ഓർഡറിന് കിട്ടുന്ന തന്നെ എഴുതിക്കോ. നല്ലൊരു വർക്ക് കിട്ടുന്ന തന്നെ കിഷോർ എഴുതിക്കോ. എട്ട് പ്രാവശ്യം ഇപ്പം തന്നെ എഴുതണം. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം തന്നെ എഴുതിയിട്ടത് ആ പേപ്പർ ഒരു സ്ഥലത്ത് വെക്കാനുള്ളതാണ്. പിന്നെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 8 പ്രാവശ്യം ഇപ്പം തന്നെ എഴുതണേ. അപ്പോൾ ഞാൻ എഴുതിയില്ലല്ലേ, നിങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ? എൻ്റെ പെണ്ണെവിടെ? എൻ്റെ പച്ചപ്പെണ്ണെവിടെ? പച്ചപ്പെണ്ണ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ പേപ്പറിൽ എത്ര ആഗ്രഹം വേണം എഴുതിക്കോ, കുഴപ്പമില്ല. എത്ര എഴുതിക്കോ, ഞാൻ പറഞ്ഞല്ലോ. പേപ്പറിൽ നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട് ഒരു പേപ്പറിലെ ഫ്രണ്ട് സൈഡിൽ ഒരു പേജിൽ കൊള്ളില്ലെങ്കിൽ മറ്റേ ബാക്ക് സൈഡിലേക്ക് എഴുതണേ. രണ്ടാമത്തെ പേപ്പർ ഉപയോഗിക്കരുത്. ഒറ്റ പേപ്പറെ മാത്രമേ വെച്ചുള്ളൂ. 2 പേപ്പർ ഉപയോഗിക്കരുത് കേട്ടോ. Can I write at 8 p.m. my time? Oh, no problem. We practice, Rajesh sir. We practice from here. No problem. Time will managed. ഇപ്പൊ തന്നെ എഴുതിക്കോളൂ.
യൂട്യൂബ് വീഡിയോ കാണുന്നവർ നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് നാളെയും രാവിലെ തന്നെ ഇത് എഴുതാട്ടോ. നാളെ എഴുതുന്നതിന് കുഴപ്പമില്ല. എന്നിട്ട് മറ്റന്നാൾ ആണ് ബാക്കി ചെയ്യുന്ന കാര്യം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. എട്ട് പ്രാവശ്യം എഴുതുമ്പോൾ നമ്പർ ഇടണമെന്നൊക്കെ ചോദിച്ചത് സമയം കളയണം. നമ്പർ ഇട്ടാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലോ അല്ലേ, എല്ലാവരും ആയില്ലേ? ഈ കുറെ സമയം എടുത്താൽ സമയം പോകും. കഴിഞ്ഞല്ലോ, എല്ലാവരും കഴിഞ്ഞല്ലോ അല്ലേ? നിങ്ങളെല്ലാം ലോ ലെറ്റർ എഴുതുകയാണോ? ഇതെന്താ ഇത്? കിട്ടിയ ചാൻസ് അതാണോ എഴുതുന്നത്? ഒന്നും പറയാൻ പറ്റില്ല. അസ്രന സാറ് ശ്രദ്ധിക്കണം എഴുതുന്നതൊക്കെ. ആരും വായിക്കാൻ പറ്റുന്ന മാനിഫെസ്റ്റേഷൻ എഴുതണേ സജീവ് സാറേ. പണ്ടത്തെ ആർക്ക് കൊടുക്കാൻ ബാക്കി വെച്ച പ്രേമലേഖനം എഴുതിയേക്കരുത്. അതും ഫലിച്ചു പോവും. പിന്നെ പണിയാ. ഇന്ന് വീട്ടിലേക്ക് കഞ്ഞിക്കുടി മുട്ടേണ്ട പരിപാടി ഞാൻ ഒപ്പിച്ചല്ലേ. ഓക്കെ, എഴുതിയല്ലോ. ഇനി ആ പേപ്പർ കീറി കയ്യിലെടുക്കൂ. ഈ ടെക്നിക്ക് എടുത്ത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫാത്മ റേന, എന്താ പേര്, എന്താ പേര് ഞാൻ വിട്ടു. നിങ്ങളെ പേര് മാറ്റി എഴുതും. നിങ്ങൾ അവിടെ പേര് വരെ എഴുതി എനിക്ക് വിളിക്കാൻ കിട്ടൂല. ഇതൊറ്റ ടെക്നിക്ക് വെച്ചുകൊണ്ട് നമുക്ക് പരിപാടി കോഴിക്കോട് വരുമ്പോഴേക്ക് എനിക്ക് റിസൾട്ട് കൊണ്ടുതരണം. സാറേ ഇത് നടന്നു എന്ന് പറഞ്ഞു. പേര് മാറ്റി എഴുതണം, അവിടെ റീനെയിം ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എഴുതിയല്ലോ എല്ലാവരും അല്ലേ? പേപ്പർ കീറി ഒക്കെ പേപ്പർ കീറി കയ്യിലെടുക്കൂ. ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്നായിക്കോട്ടെ. യെസ്, സമയമില്ല. ഓക്കെ, ഇനി ഞാനെന്താണ് വീണ്ടും പറയണത് വെച്ചാൽ ഇപ്പം ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പേപ്പർ നിങ്ങൾ കീറി കയ്യിലെടുക്കണം. പിന്നെ ചെയ്യാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല പേപ്പർ. അതുകൊണ്ടാണ് ഇത്രയും സമയം തരുന്നത്. മതിയെന്ന് നിങ്ങൾ ജീവിതം മൊത്തം എഴുതുന്നോ? പേപ്പർ കീറി എല്ലാവരും കയ്യിൽ പിടിച്ചേ. വലിയ പേപ്പറോ ചെറിയ പേപ്പറോ എല്ലാവരും പേപ്പർ കാണിച്ചേ നോക്കട്ടെ. എൻ്റെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഒരേ പ്രാവശ്യം 8 പ്രാവശ്യം ഉണ്ടെന്നേ ഉള്ളൂ. മഞ്ജു മതി മഞ്ജു. ആ അക്ഷയ സെന്ററൊക്കെ മാറ്റിയിട്ട് കഴിയുമ്പോൾ മൊത്തം വലിയ പിണറായി വിജയൻ വരേണ്ട സെന്ററൊക്കെ ആക്കി വെക്കണ്ട. എഴുതിക്കോ. ആ, നീ എഴുതിയോ സജിത മോൻ? എന്നാ ഇതിന് പേര് ഞാൻ മറന്നുപോയി. പേര് പറഞ്ഞു. എന്താ ഇവിടെ എഴുതിയത്? കാണിച്ചു മോനെ. നീ എന്താ എഴുതിയേ? എനിക്ക് ബിസിനസ്മാൻ ആയി തീരണം. നിനക്ക് ഇപ്പോൾ ബിസിനസ്മാൻ ആവാനാ?
ഇതാരാ ഭയങ്കര നിനക്ക് പറ ഇഷ്ടമാണത്. എപ്പോഴും പറയും. എന്തുവാടാ നീ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വല്ല കുരുത്തക്കേടൊക്കെ കളിച്ചിട്ട് വാ. നീ ഇപ്പൊ ബിസിനസ്മാൻ ഒന്നും ആവണ്ട, അതിന് സമയമുണ്ട്, ഇനി എത്ര വർഷമുണ്ട്. സാറിന്റെ വലിയ ഫാനാണ്. കരഞ്ഞു പിടിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യിപ്പിച്ചത്. ഏതാ? സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിർബന്ധിച്ച് കരഞ്ഞു പിടിച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്റെ ക്ലാസ്സിൽ കയറ്റിയത്. എന്നും പറയും, അമ്മ എന്നെ ഒന്ന് കയറ്റമ്മേ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് എന്നും പറയും. കരച്ചിലാണ്. ഇന്ന് ഞാൻ അന്നെന്താ പറഞ്ഞു പറയാതിരുന്നു ചെന്നു ഇത്ര സമയമായിട്ട്? മിണ്ടാതെ. ആഹാ, ഇപ്പൊ നീ എന്താ ഇതുവരെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാതിരുന്നേ? അപ്പൊ നിനക്ക് എന്നെ പോലെ ബിസിനസ്സുകാരനാവണോ, അല്ലെങ്കിൽ ആരെ പോലുള്ള ആളാണോ? പോലെ ഏ, സാറിനെ പോലെ. എന്നെ പോലെയാണോ? വെരി ഗുഡ്. കണ്ടാ, നിങ്ങൾ ആ. കണ്ടുപിടിക്കും, പിള്ളേരൊക്കെ നമ്മൾ മാതൃകയാക്കി എടുക്കുന്ന കണ്ടുപിടിക്കും നിങ്ങൾ കേട്ടോ. വെരി ഗുഡ് മോനെ, കീപ് ഇറ്റ് അപ്പ്. അല്ല, എന്താ എഴുതിയത് ഇപ്പോ? നീ എന്താ എഴുതിയ? എനിക്ക് ബിസിനസ് മാൻ ആവണം. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് മോൻ പഠിക്കണേ? 7ാം ക്ലാസ്. നീ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഒരു പേപ്പർ എടുക്കുക, പുതിയത് ഞാൻ പറഞ്ഞുതരാം. നീ എഴുതണ അതൊന്നുമല്ല. നീ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിക്കേണ്ടത്, എല്ലാ കുട്ടികളും നിന്നെ ഇഷ്ടപ്പെടുന്നത്, ഇതൊക്കെയാണ് നീ എഴുതേണ്ടത് കേട്ടോ. പിന്നെ കുറച്ച് ക്രഷുകളൊക്കെ എഴുതിക്കോട്ടോ. ഞങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്കൊന്നും അറിയില്ല. സജീവ, നിനക്കൊന്നും അറിയില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഭാഷ. ക്രഷ് അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ചെറുപ്രായക്കാർക്കുള്ള പരിപാടി. അങ്ങനെയുള്ള കുറച്ച് കാര്യം എഴുതിട്ട് മതി. ബിസിനസ്സുകാരൊക്കെ നമുക്ക് പിന്നെ ആവാം കേട്ടോ. സ്കൂളിൽ മാർക്ക്, നല്ല എല്ലാവരും മോനെ ഇഷ്ടപ്പെടണം, മോൻ എല്ലാവരും ഇഷ്ടപ്പെടണം, കുറച്ച് കളിക്കണം, കുറച്ച് രസിക്കണം. ഇതൊക്കെ എഴുത്, പെട്ടെന്ന് എഴുത്, ടക്ക് ടക്ക്. ഓക്കെ. എന്താ മോന് പേരെന്താ പറഞ്ഞേ? ഗൗതം. നോ, ഗൗതം. ഗൗതം. ഏതാ? ഗൗതം. ഗൗതം. വെരി ഗുഡ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മളിനി ചങ്സ് അല്ലേ, നമ്മൾ വേറെ കണക്ഷൻസ് ഉണ്ട് കേട്ടാ. പറയാം കേട്ടാ. ഇനി ക്ലാസ്സിൽ കാണണം കേട്ടോ, എപ്പോഴും വൈകുന്നേരം വന്നിരിക്കണേ. ഒരു കഥയൊക്കെ പറയാം നമുക്ക് ഒരു ദിവസം, എഴുതിട്ടാ. ഇന്നിപ്പോ സമയമില്ല കേട്ടോ. വെരി ഗുഡ്, എഴുതിക്കോ. ബാക്കി എല്ലാവരും എഴുതിയല്ലോ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടച്ചിരിക്കുക. എല്ലാവരും ഒന്ന് കണ്ണടച്ച് ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. പേപ്പർ കയ്യിൽ തന്നെ വെച്ചോളൂ. കണ്ണടച്ച് ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിച്ച് ഇരിക്കുക. ദീർഘമായ ശ്വാസമെടുത്ത് പുറത്തോട്ട് വിടുക. ഫുൾ ശരീരം, മനസ്സ് എല്ലാം സ്വസ്ഥമാക, ശാന്തമാവണം. തൽക്കാലം എല്ലാ വിഷയങ്ങളും വിടുതൽ നൽകുക. വീട്ടിലെ പണികളും കാര്യങ്ങളും ഒക്കെ തൽക്കാലം കയ്യിൽ നിന്ന് ഒഴിവാക്കി എല്ലാം വിട്ട് മനസ്സ് പൂർണ്ണമായി ശാന്തമാവട്ടെ. ജിഷ, ശ്രദ്ധിച്ച് ചെയ്യേ. നാളെ വരേണ്ടതാണ് നാളെ പേയ്മെന്റ് വരേണ്ടതാ. അല്ല, അടുത്ത ആഴ്ച, തിങ്കളാഴ്ച വായിച്ച. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് കഴിഞ്ഞില്ലേ രജനി? ആ, കണ്ണടച്ച് ബ്രീത്തിങ് ശ്രദ്ധിക്കുക. കവിത, ബ്രീത്തിങ് മാത്രം. വനസ്പതി, നിർത്തൂ, ബ്രീത്തിങ് ശ്രദ്ധിക്ക്. പേപ്പർ കയ്യിൽ തന്നെ വെച്ചോ. മനസ്സ് പൂർണ്ണമായി ശാന്തമാവട്ടെ. മനസ്സും ശരീരവും പൂർണ്ണമായി ശാന്തമാക്കിക്കൊണ്ട് എന്താണോ നിങ്ങൾ എഴുതിയത് അത് ശരിക്കും ഒന്നുകൂടി മനസ്സിൽ കൊണ്ടുവരിക. രാധാമണി, ആ കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വെച്ചോളൂ. രാധാമണി ടീച്ചർ. യെസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണമായി നിങ്ങൾക്ക് വേണ്ടത് എഴുതി ഒരു പേപ്പറിൽ എഴുതി കൃത്യമായി നിങ്ങൾ മനസ്സ് സമാധാനത്തിൽ സ്വസ്ഥമായതിനു ശേഷം അത് നിങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നു. നിങ്ങൾ എഴുതിയത് എന്താണോ അതെല്ലാം വീണ്ടും ഒന്ന് ഓർമ്മിച്ച് എടുക്കുന്നു. അത് നിങ്ങൾക്ക് ലഭിച്ചതുപോലെ നിങ്ങൾക്ക് കൃത്യമായി ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ഈ പേപ്പറിനെ എന്താ പറയുക, നടുവിലെ രണ്ടായി മടക്കുക.
നടു വെച്ച് കണ്ണ് തുറന്നോളൂ, കണ്ണ് തുറന്ന് ചെയ്തോളൂ. കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ അറിയില്ല ഇത് നടുവ് ഏതാണെന്ന്. രണ്ടായി മടക്കുക നടു പേപ്പർ. കൃത്യമായി നന്നായിട്ട് മടക്കണം, നല്ല വൃത്തിയിൽ മടക്കണം. വേണമെങ്കിൽ താഴെ വെച്ചിട്ടൊക്കെ മടക്കിക്കോളൂ, വൃത്തിയായിട്ട് മടക്കണം. അതിനുശേഷം വീണ്ടും നടുവ് മടക്കുക, വീണ്ടും രണ്ടായി മടക്കുക. കഴിവതും ഒരു പേജിൽ ഒരു പേപ്പറിൽ ഒരു ഭാഗത്താണ് എഴുതിയെങ്കിൽ മടക്കുമ്പോൾ ആ എഴുതിയത് അകത്തോട്ട് പോകുന്ന രീതിയിൽ മടക്കിക്കോളൂ. ആ എഴുതിയത് അകത്തെ ഭാഗത്തെ നിൽക്കണം. ഒരു പേജിൽ എഴുതിയെങ്കിൽ ആ ഭാഗം അകത്തോട്ടാക്കിയിട്ട് മടക്കിയാൽ പുറത്തത് എഴുതിയത് കാണാൻ പറ്റില്ല. അങ്ങനെ മടക്കുക. ഇനി വീണ്ടും ഒരു പ്രാവശ്യം മടക്കുക. ഇനി നിങ്ങൾ ആ പേപ്പറിന്റെ തുറന്ന ഭാഗം ഉണ്ടല്ലോ, മടങ്ങിയ ഭാഗം, ഒരു തുറന്ന ഭാഗം എണ്ണി നോക്കി എത്ര പേപ്പർ കാണാൻ പറ്റും നോക്കിയേ. എത്ര പേപ്പർ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും? 8 പേപ്പർ കാണാൻ പറ്റും. അല്ലേ? മടക്കടക്കം 8ആയി കാണാൻ പറ്റില്ലേ? നല്ല കിട്ടിയാൽ ഇത് കറക്റ്റ് ആവണേ. എട്ടായി മടക്കി നിങ്ങൾ. അപ്പൊ നിങ്ങൾ 8 കാര്യങ്ങൾ 8 തവണ എഴുതി 8ആയി മടക്കി. ഇനി ഈ സാധനം നിങ്ങൾ 8 മണിക്ക്, അതായത് 8 hours 8 hours 8 hours, അപ്പൊ എത്ര മണിക്കൂറാവും? 3/8 നമ്മൾ ഉപയോഗിച്ചത്. ഇതേ 3/8 വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു. 3/8 24 മണിക്കൂർ നമ്മൾ ഒരു സ്ഥലത്ത് ഈ സാധനത്തെ വെക്കുന്നു. എടുക്കാൻ പാടില്ല. എവിടെയാണോ വെക്കുന്നത് ആ സ്ഥലത്ത് നിങ്ങൾ എടുക്കാൻ പാടില്ല. ഈ മടക്കിയ പേപ്പർ അതേപോലെ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിലാണ് വെക്കുന്നതെങ്കിൽ പുസ്തകത്തിൻ്റെ അകത്തേക്ക് വെച്ചോളൂ. എവിടെ വെച്ചെന്ന് ഓർമ്മ വേണം. നാളെ എടുക്കേണ്ടതാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കേണ്ടതാണ് ഈ സാധനം. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ അകത്തേക്ക് മടക്കി വെക്കുന്നു. വേണമെങ്കിൽ ദിനേശ് മുഖത് സാറിൻ്റെ പുസ്തകത്തിൽ തന്നെ വെച്ചോളൂ. അപ്പോൾ പിന്നെ അതും കൂടി ഓർമ്മയുണ്ടാവുമല്ലോ എവിടെ വെച്ചത്, മറന്നു പോയില്ലല്ലോ അല്ലേ? അകത്ത് വെച്ച് ഒന്നുകൂടി എന്താ ഞാൻ പറയണ്ടേ, 8 പ്രാവശ്യമായിട്ട് മടക്കി. ആ മടക്കിയതിനെ നമ്മൾ കൃത്യമായി ഒരു പുസ്തകത്തിൻ്റെ അകത്തേക്ക് വെച്ചു. ഇനി ഈ സാധനം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുവരെ നോക്കാനോ പറയാനോ പാടില്ല. നിങ്ങൾ എഴുതി, നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തു, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ സറണ്ടർ ചെയ്തു. ഇനി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് 24 മണിക്കൂറിന് ശേഷമായിരിക്കും. ആ 24 മണിക്കൂർ നമ്മൾ ഇതേ പേപ്പർ വെച്ചിട്ട് നാളെ രാത്രി പൗർണമി മെഡിറ്റേഷൻ ചെയ്യുന്നു. പൗർണമി മെഡിറ്റേഷൻ നമ്മൾ ഇത് മുമ്പിൽ വെച്ചിട്ട് ഇത് മാത്രം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നാളെ നമ്മൾ പൗർണമി മെഡിറ്റേഷൻ ചെയ്യുകയാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മെഡിറ്റേഷൻ ചെയ്യും. ഇത്രയും റിസൾട്ട് വരുന്നൊരു സംഭവം നിങ്ങൾക്ക് ഇനി പറയാനുണ്ടാവില്ല. ഇനി പറയുന്നുണ്ട്. ഇന്നിപ്പോൾ 500 ആൾക്കാരും പങ്കെടുത്തില്ല ഇന്ന് ഇവിടെ, അല്ലേ? 500 ആൾക്കാർ കറക്റ്റ്. ഇത്രയും മാക്സിമം കപ്പാസിറ്റി നമ്മുടെ. 500 ആൾക്കാർ ഇന്ന് പങ്കെടുത്തു. വെറുതെ പങ്കെടുത്തല്ല, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ 500 ആൾക്കാരുണ്ടാവുമെന്ന്, അല്ലേ? പ്രസിദ്ധോട് ചോദിച്ചാൽ മതി. 500 ആൾക്കാർ മതി. ഇത് ചിന്തിക്കുമ്പോൾ തന്നെ ഇത്രയും പവർഫുള്ള സാധനം. ഇതുവരെ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ നമുക്ക് 500 ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാവും? വെള്ളിയാഴ്ച ശനിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച നടത്തിയിട്ട് പോലും ഉണ്ടായിട്ടില്ല. അത്രയും പവർഫുള്ളായ സാധനമാണ്. നിങ്ങളുടെ എല്ലാ തിരക്കുകളും ഇന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും ഇന്ന് ഇവിടെ എത്താനായിട്ട്. എത്ര തിരക്കുള്ളവരാണ് നിങ്ങൾ അറിയാതെ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഈ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആകെ യൂട്യൂബിൽ ഒരു പോസ്റ്ററും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത വേറെ എവിടെയും ഇട്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ എത്രയും ബാക്കി എല്ലാവരും എങ്ങനെ ശ്രദ്ധിച്ച് കൃത്യമായി വന്നു കണ്ടോ? ഇത്ര പവർഫുള്ളാണ് ഈ സാധനം. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നു, കാണിച്ചു തരാനുണ്ടായിരുന്നു. ഇത്രയും പവർഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ നാളെ രാത്രി 24 സമയം കൃത്യം 8 മണിക്ക് നമ്മളിവിടെ ഇരിക്കും. 8 മണിക്കിരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. പൗർണമി മെഡിറ്റേഷൻ 100% നിങ്ങൾ 4 കാര്യങ്ങൾ 5 കാര്യം എത്ര എഴുതിയത് ഇതെല്ലാം സംഭവിച്ചിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നാളെ കോഴിക്കോട് പ്രോഗ്രാമിന് അന്ന് ഈ പേപ്പർ ഞാൻ കാണിക്കാം. അവിടെ ഞാൻ എന്താ എഴുതിയത് ഇപ്പം ഞാൻ കാണിക്കില്ല, ഇപ്പം എടുത്തു വെച്ചിട്ടുണ്ട്. കോഴിക്കോട് പ്രോഗ്രാമിലേക്ക് ഞാൻ ഈ പേപ്പർ കാണിക്കും.
ഇത് കറക്റ്റ് ആണെങ്കിൽ, ഇത് കോഴിക്കോട് പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് ഞാൻ എഴുതിയത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു ഗ്രാൻഡ്, ഒരാൾക്ക് ഞാൻ എഴുതിയത് ഫലിച്ചത് കൊണ്ട് നിങ്ങളിൽ ഒരാൾക്ക് അന്നത്തെ പ്രോഗ്രാം ഫുൾ ഫ്രീ ആയിട്ട് ക്യാഷ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഞാൻ എഴുതി വെച്ച സാധനം. അന്ന് ഒരാൾ അവിടെ ഈ ഫലിച്ച സാധനത്തിൻ്റെ റിസൾട്ട് എനിക്ക് അത്രയും റിസൾട്ട് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഒരാൾക്ക് ഫുൾ അന്ന് ഫ്രീ ആയിട്ട് അവിടുത്തെ ക്ലാസ് കൊടുക്കുന്നതായിരിക്കും. അത്രയും ഇത് ഒന്നുകൂടി പറഞ്ഞു തരാനോ? ഞാൻ ഇത്രയും സമയം എടുത്ത് പറഞ്ഞു തന്ന സാധനം ഒന്നുകൂടി പറഞ്ഞു തരാനോ? നിങ്ങൾ അല്ല, നാളത്തെ മെഡിറ്റേഷൻ നിങ്ങൾ പങ്കെടുക്കുന്നവർ പങ്കെടുത്തോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തോളൂ. പൗർണമി മെഡിറ്റേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ. അല്ല അല്ല എല്ലാവർക്കും ഫ്രീ ആക്കാൻ ഞാൻ, ഒരാൾക്ക് ഫ്രീ ആണോ? എല്ലാവർക്കും ഫ്രീ ആയിക്കളെ. അപ്പോൾ കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടച്ചു, ഇനി ഈ സാധനം എടുക്കേണ്ടതില്ല. നാളെ രാത്രി നമുക്ക് കാണാം. 24 മണിക്കൂർ, 8-8-8 3-8. അപ്പോൾ 3 പ്രാവശ്യം പവർഫുള്ളായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം അല്ലേ? ഇങ്ങനെ പോയപ്പോൾ ഇത്രയും നേരം ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്നത് ശരിയാണോ? നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും വീട്ടിൽ കണ്ണാടി ഉണ്ടല്ലോ അല്ലേ? കണ്ണാടി എല്ലാവരും നോക്കാറുണ്ടോ? ടോയ്ലറ്റ് ബാത്റൂമിലൊക്കെ വലിയ കണ്ണാടി ഉണ്ടോ? അതിലേക്ക് ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഉള്ളിൽ കണ്ണാടി എടുക്കുക. ഒരു ടെക്നിക്കും കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞു തരാം. നിങ്ങൾ കണ്ണാടിയിൽ പോയിട്ട് ആദ്യം നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. കേട്ടോളൂ, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം, രണ്ടാമത് വീണ്ടും പറയാൻ പറ്റില്ല. ഒരു ബക്കറ്റിൽ വെള്ളമെടുക്കുക, ബക്കറ്റിലോ മഗ്ഗിലോ എന്തിലൊക്കെ വെള്ളം എടുക്കുക. ശുദ്ധമായി നോർമലായിട്ടുള്ള വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളുണ്ട്, ഇപ്പോൾ വിചാരിച്ച കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ആഗ്രഹം വേറെ ഉണ്ടെങ്കിൽ വേറെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും ഇത് നിങ്ങൾ ആ വെള്ളത്തിനെ നോക്കി പറഞ്ഞുകൊണ്ട് 8-8-8 എന്ന് എഴുതുക. 3 പ്രാവശ്യം 8 എഴുതി എട്ട് 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 എന്ന് 3 പ്രാവശ്യം എഴുതുക വെള്ളത്തിൽ. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് പതുക്കെ ചെയ്യണം, തിരക്ക് കൂട്ടരുത്. ആ വെള്ളം എടുത്തിട്ട് നിങ്ങൾ കണ്ണാടിയിലേക്ക് 3 പ്രാവശ്യം ഇങ്ങനെ തെളിക്കുക. എന്നിട്ട് കണ്ണാടിയിൽ, അപ്പോൾ ആരെ കാണും നിങ്ങൾ കണ്ണാടിയിൽ? ആരെ കാണാൻ പറ്റും നിങ്ങൾക്ക്? ആരെയും ഒരാൾ കണ്ണാടി കാണാൻ പറ്റുമല്ലേ? അയാളെ നോക്കിയിട്ട് വീണ്ടും നിങ്ങളിത് പറയുക. എന്നിട്ട് അവിടെ ഒരു പ്രാവശ്യം പറയുമ്പോൾ ആ കണ്ണാടിയിൽ 8 എന്ന് വെള്ളത്തിൽ എഴുതും, വെള്ളം കൊണ്ട് എഴുതും. വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളം ഉണ്ടാവുമല്ലോ. മിസ്റ്റ് ആണെങ്കിൽ മിസ്റ്റ്, അല്ലെങ്കിൽ മിസ്റ്റ് ഉണ്ടെങ്കിൽ മിസ്റ്റ്, അല്ലെങ്കിൽ വെള്ളം കണ്ണാടിയിലുണ്ടാവും. ആ വെള്ളത്തിന് നേരെ 8 എന്ന് എഴുതുക. വീണ്ടും ഒരു പ്രാവശ്യം പറയുക, 8 എന്ന് എഴുതുക കണ്ണാടിയിൽ. വീണ്ടും ഒരു പ്രാവശ്യം വെള്ളം തെളിക്കുക, 8 എന്നെടുക്കാൻ. അങ്ങനെ 3 തവണ 8 എന്ന് എഴുതുക. ഇത് കൂടി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എളുപ്പമാണല്ലോ? കൃത്യമായിട്ട്. ഇനി ഞാൻ ഇത് ഒന്നുകൂടി പറയണം, ഇത്രയും വിശദമായിട്ട് പറഞ്ഞില്ലേ ഞാൻ, ഇനി ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 8 മണി മുതൽ 8 മണി വരെ, 8 മണി മുതൽ 8 മണി വരെ 24 മണിക്കൂർ നേരത്തേക്കാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. 300 വേണ്ട, ഞാൻ കമൻറ്റുകൾക്കെല്ലാം റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എനിക്ക് തന്നെ ആകെ ഇതാവും കേട്ടോ. ഓക്കെ ഓക്കെ, സന്തോഷത്തോടു കൂടി നാളെ നമുക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ നാളെ വരാൻ പറ്റാത്തവർക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് പോകണല്ലേ നാളെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പോസ്റ്റ്, നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് നാളെ അതിന് മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഞാൻ ഇട്ട് തരാം കേട്ടോ. ഡോണ്ട് വറി. ഇപ്പോൾ തന്നെ പോയി ചെയ്തോളൂ, കണ്ണാടിയിൽ ഇപ്പോൾ തന്നെ പോയി ചെയ്തോളൂ. ഇത് എൻഡ് ചെയ്ത ഉടനെ പോയി ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ ആർക്കും സംസാരിക്കാറുണ്ട് സംസാരിച്ചോളൂ. നാളെ 8 മണി മുതൽ എത്ര മണി വരെയാണ് മെഡിറ്റേഷൻ ഉണ്ടാവുക? 8 മണിക്ക് തുടങ്ങി നാളെ 8 മണി വരെ ആകുമ്പോൾ 24 മണിക്കൂർ. ഇന്ന് 9 മണിക്കാ തുടങ്ങിയതെങ്കിൽ നാളെ 9 മണി വരെ ആകുമ്പോൾ 24 മണിക്കൂർ. നാളത്തെ മെഡിറ്റേഷന്റെ ആണ്. നാളത്തെ മെഡിറ്റേഷൻ 8 മണിക്കാണ്. 8 മണിക്ക് തുടങ്ങും. 8 മണിക്ക് തുടങ്ങി എന്നിട്ട് എത്ര മണി വരെ ഉണ്ടാവും മെഡിറ്റേഷൻ? 1 മണിക്കൂർ ഉണ്ടാവും മാക്സിമം.
എന്താ വെച്ചാൽ 9:30ക്ക് നിങ്ങള് യാത്ര പോകണ്ട. അപ്പൊ യാത്രയിൽ ഓ ഇരിക്കുമ്പോ അതിന് മുമ്പ് തീർച്ചയായും. ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ടാണ്. അതിന് മുമ്പ് ചെയ്യും. അപ്പൊ അതിന് ഒരു മുന്നേ മണിക്കൂർ. കഴിഞ്ഞു. ഓക്കെ സാർ, താങ്ക് യു. Okay, thank you, sir. ഓക്കെ, Okay, thank you. താങ്ക് യു ഓൾ. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. താങ്കൾ പോവല്ലേ, താങ്കൾ പോവല്ലേ. Thank you, sir. Thank you. Thank you, sir. Nice, sir. Thank you, sir. Nice. Thank you, sir. Thank you, sir. Thank you, sir. Good night.